ഇന്നും പഴയ സ്പോട്ടിൽ തന്നെ ചൂണ്ടലിടാൻ പോയത്. കടലിൽ ചൂണ്ടലിട്ട് കാത്തു നിൽക്കുകയാണ്. ഇതാ മീൻ അടിച്ചിട്ടുണ്ട്. കോരകളാണ് നന്നായിട്ടുള്ളത്. കോരകളുടെ സമയമാണിപ്പോൾ. മഴക്കാലത്ത് കോരകൾ ചാകരയായിട്ടാണ് വരുന്നത്. 2 മീൻ അടിച്ചിട്ടുണ്ട്. കോരകൾ മാത്രമേ ഉള്ളൂ. തിരണ്ടി, പൂളാൻ, ഏട്ട ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. കോരകളാണിന്ന് വന്നപ്പോൾ ഉള്ളത്. അപ്പുറത്ത് ഒരു കാക്ക ചൂണ്ടലിടുന്നുണ്ടായിരുന്നു. കാക്കക്കും അതാ ഒരു കോര അടിച്ചിട്ടുണ്ട്. കൈച്ചൂണ്ടലാണ് അവർ ഇടുന്നത്. അത്യാവശ്യം ആൾക്കാർ ഇന്ന് ചൂണ്ടലിടാനുണ്ട്. അപ്പുറത്തൊക്കെ എല്ലാവർക്കും മീൻ കിട്ടുന്നുണ്ട്. വീണ്ടും കോരകൾ തന്നെയാണ് അടിക്കുന്നത്. ചൂണ്ടലിടാൻ താല്പര്യമുള്ളവർക്ക് എങ്ങനെ ചൂണ്ടലിട്ടാലും മീൻ കിട്ടുന്ന ഒരു സ്പോട്ടാണിപ്പോൾ ഇവിടെ. തീറ്റ അവിടെ എത്തേണ്ട താമസം. മീനുകൾ ചറപറ അടിക്കുകയാണ്. ചൂണ്ടലിടുമ്പോൾ അത്യാവശ്യം നല്ല വെയിൽ തന്നെയാണ് അടിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. ചൂണ്ടലിൻ്റെ ആ ഒരു വൈബ് ഒന്ന് വേറെ തന്നെയാണ്. മീൻ ചൂണ്ടലിൽ കൊത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു ലഹരി പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് ചൂണ്ടൽ ഇഷ്ടപ്പെടുന്നവർ, മീൻ പിടിക്കുന്നവർക്ക് അത് മനസ്സിലാകൂ. മീൻ അടിച്ചിട്ടുണ്ട്. മീൻ വീണ്ടും കയറി വരികയാണ്. കോരകൾ തന്നെയാണ് അടിക്കുന്നത്. അത്യാവശ്യം മീനായിട്ടുണ്ട്. ഇപ്പോൾ ബോക്സിൽ ഐസിട്ടാണ് ബോക്സ് കൊണ്ടുവരാറ്. എന്നാൽ മീൻ കേടുവന്ന് പോകില്ല. അല്ലെങ്കിൽ ചൂടുകൊണ്ട് മീൻ ചിലപ്പം കേടുവന്ന് പോകും. കുറച്ച് പിടിച്ച് കഴിയുമ്പം വെയിലൊക്കെ അടിച്ച് മീൻ കേടാവും. മീൻ ഐസിട്ട് വെച്ചാൽ അവിടെ നിൽക്കും. വീണ്ടും ചൂണ്ടൽ എറിഞ്ഞിട്ടിട്ടുണ്ട്. മീനെ കാത്തിരിക്കുകയാണ്. മീൻ കൊത്തി വരുന്നുണ്ട്. അതാ കൊത്തിയിട്ടുണ്ട്. മീൻ വരുന്നുണ്ട്. കോരകൾ തന്നെയാണ് വീണ്ടും കിട്ടിയത്. കോരകളാണിന്ന് അധികവും ഉള്ളത് ഇവിടെ. മറ്റു ചൂണ്ടൽക്കാർക്കും കോരകൾ തന്നെയാണ് കിട്ടുന്നത്, കാണുന്നത്. ഇന്ന് കോരകൾ മാത്രം ചാകരയായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ. എന്നാലും മീനടിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ചൂണ്ടലിടുമ്പോൾ വെറുതെയാകുന്നില്ല. 2 കോര ഒന്നിച്ചടിച്ചിട്ട് ഉണ്ട്. വീണ്ടും എറിയും തോറും അതാ കോരകൾ വീണ്ടും അടിച്ചുകൊണ്ടേയിരിക്കുന്ന. തീറ്റയിട്ട് അടുത്ത എറിയുകയാണ്. അധികം ദൂരമൊന്നുമില്ല. 20 മീറ്ററോളം പാസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ മീനുണ്ട്. ഒന്ന് കാത്തിരുന്നാൽ അപ്പോൾ തന്നെ മീനൊന്ന് അടിക്കും. അത് അടിച്ചിട്ടുണ്ട്. മീൻ വരുന്നു. കോരകൾ പെട്ടെന്ന് തന്നെ തീറ്റയെടുത്ത് അത് ഊക്കപ്പാവുന്നുണ്ട്. വീണ്ടും തീറ്റ ഇട്ട് ചൂണ്ടൽ എറിയുകയാണ്. കോരകൾ അവിടെ തീറ്റയ്ക്ക് വേണ്ടി കാത്തു നിൽക്കും പോലെയാണ് ഉള്ളത്. അത്രയ്ക്കും മീനുകൾ ഉണ്ട് അവിടെ. അതാ കോര അടിച്ചിരിക്കുകയാണ്. കോര അതാ കയറിപ്പോരുന്നു. ഇന്ന് കോര ചാകര തന്നെയാണ്. അത്യാവശ്യം നന്നായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ സമയം വരെ. വെള്ളം അധികം തിരയില്ലാണ്ടെയാണ് ഇന്നുള്ളത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ചൂണ്ടലിടാൻ സുഗമമായി കഴിയുന്നുണ്ട്. ചൂണ്ടലിൽ അതാ മീൻ അടിച്ചിട്ടുണ്ട്. മീൻ വരുന്നു. ചൂണ്ടലിടാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഇത്. 2 മീനാണ് ഇതാ കയറി വരുന്നത്. അത്യാവശ്യം ആളുകൾ അപ്പുറവും ഇപ്പുറവും ചൂണ്ടൽ ഇടുന്നുണ്ട്. കോരകൾ നന്നായി ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് അടിക്കുന്നുമുണ്ട്. കുറച്ച് ചെമ്മീനേ ചിലവായിട്ടുള്ളൂ. എന്നാൽ കൂടുതൽ മീൻ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. ഒരു ചെമ്മീൻ 4 പീസായിട്ടാണ് ഇതിൽ കട്ട് ചെയ്തിടുന്നത്. അടുത്ത മീനായുള്ള എറിഞ്ഞിരിക്കുകയാണ്. അത്യാവശ്യം മീനുകൾ
ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. എന്നാലും ഇരുടാവുന്നത് വരെ ഒന്ന് ചൂണ്ടൽ ഇടാമെന്ന് കരുതി. വെയിൽ കുറഞ്ഞു വരുന്നുണ്ട്. ചൂണ്ടലിടുന്നതിൻ്റെ അടുത്തായിട്ട് ഒരാൾ വെള്ളത്തിൽ ഞണ്ടിനെ പിടിക്കുന്നുണ്ട്. അയാൾ ഞണ്ടിനെ പിടിച്ച് ആ ട്യൂബിൻ്റെ നടുക്കായിട്ട് ഒരു വല കണിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഞണ്ടുകളെ ഇടുന്നത്. വീണ്ടും വെള്ളത്തിലേക്ക് മുങ്ങി അയാൾ ഞണ്ടിനെ പിടിച്ച് അതിലേക്ക് ഇടുന്നതാണ് ചെയ്യുന്നത്. എനിക്കിതാ അടുത്ത മീൻ മടിച്ചിട്ടുണ്ട്. ഇന്ന് കോരച്ചാകര തന്നെയാണ് ഉള്ളത്. മറ്റ് മീനുകളൊന്നും ഇന്നില്ല. ഓരോ ദിവസവും കടലിൽ വ്യത്യസ്തമായ മീനുകളാണ് ചിലപ്പോൾ അടിക്കാറ്. ഏട്ട, പൂളാൻ, തിരണ്ടി, അങ്ങനെ പല മീനും അടിക്കാറുണ്ട്. ഇന്ന് കോരകൾ മാത്രമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കോരകൾ നന്നായിട്ട് ഉണ്ട് ഇന്ന്. ഓരോ ഏറിലും കോരകൾ ഇതാ കയറി വരികയാണ്. അപ്പുറത്തുള്ള ആളുകൾക്കും നന്നായിട്ട് മീൻ കിട്ടുന്നുണ്ട് ഇന്ന്. തീറ്റയിട്ട് വീണ്ടും പതിവ് പോലെ എറിഞ്ഞിട്ടുണ്ട്. മീൻ പെട്ടെന്ന് തന്നെ അടിച്ചിട്ടുണ്ട്. കോരകൾ തന്നെയാണ് കയറി വരുന്നത്. കോരകൾക്ക് തീറ്റ കണ്ടാൽ തന്നെ അടി ഉറപ്പാണ്. തീറ്റ കാണുമ്പോൾ തന്നെ അതിൽ ചാടിക്കയറി അടിക്കുകയാണ് കോരകൾ. ഹുക്ക് നന്നായി വിഴുങ്ങിയിട്ടുണ്ട്. ചില മീനുകളെല്ലാം എടുക്കാൻ ചിലപ്പോൾ പ്രയാസപ്പെടുന്നുണ്ട്. അത്യാവശ്യം മീനുകൾ ആയിട്ടുണ്ട് ഇപ്പോൾ. വീണ്ടും ഇതാ കോര കയറി വരികയാണ്. കോരകൾ അടിച്ചുകൊണ്ടേയിരിക്കുന്നു പതിവ് പോലെ തന്നെ. ഞണ്ട് പിടിക്കുന്ന ആൾ എൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. എന്നാലും മീൻ അടിക്കുന്നുണ്ട്. ആളുണ്ടെങ്കിലും മീന് പ്രശ്നമില്ല. വെള്ളത്തിൻ്റെ ഇളക്കമൊന്നും മീന് തീരെ പ്രശ്നമില്ല ഇന്ന്. 2 എണ്ണമാണ് ഒന്നിച്ചടിച്ചു വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെയൊക്കെ വിജയം. മീൻപിടുത്തം ഏകദേശം നിർത്താനുള്ള സമയം ആയിട്ടുണ്ട്. ഇരുടാകാൻ ഇനി അധികം സമയമില്ല. ഇത്രയും മീനാണ് ഇന്ന് കിട്ടിയത്.